أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ ഖുത്ബയിൽ ഹസ്രത്ത് മുആസ് ബിൻ ജബലിനെ കുറിച്ചുള്ള അനുസ്മരണമാണ് നടന്നു വന്നിരുന്നത്. ഇന്നും അത് തുടരുന്നതാണ്. ഹസ്രത്ത് മുആസ് വളരെ ഉദാരമതിയായിരുന്നു. അദ്ദേഹം നല്ലപോലെ ചെലവഴിച്ചിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് അധികവും കടം വാങ്ങേണ്ടിയും വന്നിരുന്നു. കടം കൊടുത്തവർ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം കുറച്ചു ദിവസം വീട്ടിൽ തന്നെ നിശബ്ദനായി കഴിച്ചുകൂട്ടി. അങ്ങനെ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിലെത്തി കടം തിരികെ വാങ്ങിത്തരാൻ അപേക്ഷിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആസിനെ ആളെ വിട്ട് വിളിപ്പിച്ചു. ഹദ്റത്ത് മുആസിന്റെ സ്വത്തിനേക്കാളും കൂടുതൽ കടമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തങ്ങളുടെ ഭാഗം ഒഴിവാക്കുന്നവരോട് അള്ളാഹു കരുണ കാണിക്കുന്നതാണ്. അങ്ങനെ കുറച്ചാളുകൾ തങ്ങളുടെ കടം മാപ്പാക്കി. എന്നാൽ ചില ആളുകൾ തങ്ങൾ കൊടുത്ത കടം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്വത്തും അവർക്കിടയിൽ വിതരണം ചെയ്തു. പക്ഷെ എന്നിട്ടും കടം മുഴുവൻ കൊടുത്തു വീട്ടാൻ കഴിഞ്ഞില്ല. മറിച്ച് എല്ലാവർക്കും അവരുടെ കടത്തിൽ കുറച്ചു ഭാഗമാണ് കിട്ടിയത്. പക്ഷെ കടം കൊടുത്തവർ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തെ നിങ്ങൾ വിടുവിൻ, ഇനി കൂടുതൽ കിട്ടുകയില്ല, ഈ കിട്ടിയ സമ്പത്ത് കൊണ്ടുപോകുക. ഹദ്റത്ത് മുആസിന്റെ പക്കൽ ഒന്നും ബാക്കിയാകാതായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് അയച്ചു. പറഞ്ഞു, എത്രയും വേഗം അല്ലാഹു താങ്കളുടെ നഷ്ടം നികത്തുന്നതാണ്, നിങ്ങളുടെ കടം വീട്ടുന്നതുമാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആസിനോട് ഇത്രയും കൂടി പറഞ്ഞു, മുആസ്, നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ട്. ആരെങ്കിലും ഉപഹാരം കൊണ്ടുവന്നാൽ അത് വാങ്ങുവാൻ നിങ്ങൾക്ക് അനുവാദം തന്നുകൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉപഹാരം സ്വീകരിക്കാൻ നിങ്ങൾക്ക് അനുമതി തന്നുകൊള്ളുന്നു. ഹദ്റത്ത് മുആസ് ബിൻ ജബൽ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് അയച്ചു. അതായത് ഉപഹാരം സ്വീകരിക്കുന്നതിൽ പൊതുവെ കുറ്റമൊന്നുമില്ല. പറയപ്പെടുന്നത് പരസ്പരം ഉപഹാരം നൽകേണ്ടതാണ്, അങ്ങനെ സ്നേഹം വർദ്ധിക്കുന്നതാണ് എന്നാണ്. പക്ഷെ ഇദ്ദേഹം അവിടെ പ്രതിനിധിയായി അയക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായും പറയുന്നു, ഈ പ്രാതിനിധ്യം കാരണം ആരെങ്കിലും നിങ്ങൾക്ക് ഉപഹാരം നൽകുകയാണെങ്കിൽ അത് സ്വന്തമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് അനുമതി തന്നുകൊള്ളുന്നു. കാരണം അത് പൊതുവിൽ ബൈത്തുൽ മാലിലേക്കോ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയോ ആണ് നൽകപ്പെടുന്നത്. ഹദ്റത്ത് മുആസ് ബിൻ ജബൽ നിവേദനം ചെയ്യുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തെ ഉപദേശിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. ഹദ്റത്ത് മുആസ് തന്റെ വാഹനത്തിലിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വാഹനത്തോടൊപ്പം കാൽനടയായി നീങ്ങുകയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരം പൂർത്തിയാക്കിയതിനു ശേഷം പറഞ്ഞു, മുആസ്, ഒരുപക്ഷെ അടുത്ത വർഷം എനിക്ക് നിങ്ങളെ കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല.
നിങ്ങൾക്ക് എന്റെ മസ്ജിദിന്റെയും ഖബറിന്റെയും അടുത്തുകൂടെ പോകാൻ സാധ്യതയുണ്ട്. ഇത് കേട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വിട്ടുപിരിയുന്നത് കാരണം അദ്ദേഹം വാവിട്ട് കരയാൻ തുടങ്ങി. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുഖം തിരിച്ചു മദീനയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ജനങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും അടുത്തവൻ മുത്തക്കി അഥവാ ഭയഭക്തിയുള്ള ആളാകുന്നു. അത് ആരാണെങ്കിലും എവിടെയാണെങ്കിലും വേണ്ടില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ ഹദ്റത്ത് മുആദിനോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത് തന്നെ അഹ്ലെ കിതാബ് ഗ്രന്ഥാനുസാരികളുടെ അടുക്കലൂടെ പോകുന്നതാണ്. നിങ്ങൾ അവരുടെ അടുക്കലെത്തിയാൽ അവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരും ആരാധ്യനില്ലെന്നും മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കാൻ ക്ഷണിക്കുക. അവർ നിങ്ങൾ പറഞ്ഞത് അംഗീകരിച്ചാൽ പിന്നെ അവരോട് പറയുക, അള്ളാഹു നിങ്ങൾക്ക് രാപ്പകൽ 5 നേര നമസ്കാരങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ കാര്യവും അംഗീകരിച്ചാൽ അവരോട് പറയുക, അള്ളാഹു നിങ്ങൾക്ക് സ്വതക്ക നിശ്ചയിച്ചിരിക്കുന്നു. അത് അവരുടെ ധനാഢ്യരിൽ നിന്ന് വാങ്ങി ദരിദ്രർക്ക് നൽകപ്പെടുന്നതാണ്. അങ്ങനെ അവർ നിങ്ങളുടെ ഈ കാര്യവും അംഗീകരിച്ചാൽ അവരിൽ നിന്ന് ഏറ്റവും നല്ല സമ്പത്ത് സദക്കയായി വാങ്ങരുത്, മറിച്ച് ഇടത്തരം നിലവാരമുള്ളത് വാങ്ങുക. മർജിതന്റെ പ്രാർത്ഥനയെ സൂക്ഷിക്കുക, കാരണം അതിനും അള്ളാഹുവിനും ഇടയിൽ യാതൊരു തടസ്സവുമില്ല. മർജിതന്റെ രോദനത്തിൽ നിന്ന് കാത്തുകൊള്ളുവാൻ പ്രത്യേകമായും ഉപദേശിച്ചു കൊള്ളുന്നു, കാരണം അള്ളാഹു അവന്റെ രോദനത്തിനും അള്ളാഹുവിനും ഇടയിൽ യാതൊരു മറയും ഇല്ല. ഹദ്റത്ത് മുആദ് ബിൻ ജബലിനെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലേക്ക് ഖാദിയായിട്ടാണ് അയച്ചത്. അദ്ദേഹം ജനങ്ങൾക്ക് ഖുർആനും ദീനും പഠിപ്പിച്ചിരുന്നു. അവർക്കിടയിൽ തീർപ്പ് അഥവാ വിധി കൽപ്പിച്ചിരുന്നു. യമനിൽ സക്കാത്ത് സ്വരൂപിക്കാൻ നിയോഗിക്കപ്പെട്ടവർ അത് ഹദ്റത്ത് മുആദ് ബിൻ ജബലിന് കൊണ്ടുവന്നു കൊടുത്തിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലെ കാര്യനിർവഹണം 5 സഹാബാക്കൾ, അതായത് ഹദ്റത്ത് ഖാലിദ് ബിൻ സയ്യിദ്, ഹദ്റത്ത് മുഹാജിർ ബിൻ ഉമയ്യ, ഹദ്റത്ത് സയ്യിദ് ബിൻ ലബീദ്, ഹദ്റത്ത് മുആദ് ബിൻ ജബൽ, ഹദ്റത്ത് അബു മൂസ അശ്ശരി എന്നിവർക്ക് ഭാഗിച്ചു നൽകിയിരുന്നു. അതായത് ഈ 5 പേര് ചുമതലപ്പെടുത്തിയിരുന്നു. ഇതാണ് ഒരു നിവേദനം. ഹദ്റത്ത് മുആദ് ബിൻ ജബൽ വിവരിക്കുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ യമനിലേക്ക് അയച്ചപ്പോൾ എന്നോട് പറഞ്ഞു, 30 പശുക്കൾക്ക് 1 വർഷം പ്രായമുള്ള പശുവിനെ സക്കാത്തായി വാങ്ങുക. 40 പശുക്കൾക്ക് 2 വർഷം പ്രായമുള്ളത്. അതായത് സക്കാത്തിന്റെ തോത് അഥവാ വിഹിതം വിവരിക്കുകയായിരുന്നു. അതിന്റെ നിസാബ് കണക്ക് വിശദീകരിക്കുകയാണ്. ഓരോ പ്രായം പൂർത്തിയായവരിൽ നിന്നും 1 ദീനാർ അല്ലെങ്കിൽ അതിന്റെ വിലയ്ക്ക് തത്തുല്യമായ മവാഫിർ, അതായത് ഒരു യമനി തുണി വാങ്ങേണ്ടതാണ്. മവാഫിർ ഒരു ഗോത്രത്തിന്റെ പേരാകുന്നു. അവരാണ് ഈ തുണി തയ്യാറാക്കിയിരുന്നത്. അവരുടെ പേരിൽ തന്നെയാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇത് മുസ്നദ് അഹ്മദ് ഇബ്നു ഹംബലിലുള്ള നിവേദനമാകുന്നു. അല്ലാമ ഇബ്നു ഇസാഖ് പറയുന്നു, ഹദ്റത്ത് മുആദ് ബിൻ ജബലിന്റെ കാലിൽ ഒരു മുടന്തുണ്ടായിരുന്നു. അദ്ദേഹം യമനിൽ ജനങ്ങൾക്ക് ഇമാമത്ത് വഹിച്ചപ്പോൾ തന്റെ കാൽ നീട്ടിവെച്ചു. അതായത് കാൽ മുന്നോട്ടോ വലത്തോട്ടോ നീക്കി വെച്ചിട്ടുണ്ടാകും. ഹദ്റത്ത് മുആദ് നമസ്കാരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. ഞാൻ ചെയ്തതുപോലെ തന്നെ നിങ്ങളും ചെയ്തു. പക്ഷെ മേലിൽ ഇങ്ങനെ ചെയ്യരുത്, കാരണം എനിക്ക് കാലിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കാൽ നീട്ടിവെച്ചതാണ്. അതായത് നിങ്ങൾ എന്നെ അനുകരിച്ചുകൊണ്ട് അനുസരണത്തിന്റെ മാതൃകയാണ് കാണിച്ചത്. അതെല്ലാ നിലയ്ക്കും ശ്ലാഘനീയവുമാണ്. ഇങ്ങനെ തന്നെയാണ് അനുസരിക്കേണ്ടത്. ഇമാമിന് മേൽ പൂർണ്ണമായും അനുസരണം കാണിക്കണം. പക്ഷേ ഇത് എന്റെ നിർബന്ധിത സാഹചര്യമാണ്, സുന്നത്തല്ല. നിർബന്ധിതാവസ്ഥ ഇല്ലാത്തവർ ശരിയായ രീതിയിൽ നമസ്കാരം അനുഷ്ഠിക്കേണ്ടതാണ്. കൽപ്പനയും സുന്നത്തും അനുസരിച്ച്, അതായത് നമുക്ക് മുന്നിലുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രീതി അനുവർത്തിക്കേണ്ടതാണ്. ഹദ്റത്ത് മുആദ് യമനിൽ ബൈത്തുൽ മാലിന്റെ പൈസ കൊണ്ട് കച്ചവടം നടത്തി. അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് തന്റെ കടങ്ങൾ വീട്ടിക്കൊണ്ടിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ സമ്പത്ത് കൊണ്ട് കച്ചവടം നടത്തിയ ആദ്യത്തെ വ്യക്തിയാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുമതിയോടുകൂടി ഉപഹാരങ്ങൾ സ്വീകരിച്ചിരുന്നു. എത്രത്തോളം എന്നാൽ അദ്ദേഹത്തിന്റെ പക്കൽ മൂലധനമായി 30 ആടുകളായി. അദ്ദേഹത്തിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അനുമതി നൽകിയത് തീർച്ചയായും കടം വീട്ടുന്നതിന് വേണ്ടിയായിരുന്നു. കടം വീട്ടുന്നതിന് ലാഭമെടുക്കുന്നതിനുള്ള പരിധിവരെയായിരുന്നു കച്ചവടം ചെയ്തിരുന്നത്. ഇനി ലാഭം എടുത്തിട്ടില്ലെങ്കിൽ തന്നെയും തന്റെ ജോലിക്കുള്ള വേതനം എന്ന നിലയ്ക്ക് ലാഭത്തിൽ നിന്ന് എടുത്തതായിരിക്കും. അതായത് ഞാൻ എൻ്റെ അഭിപ്രായ പ്രകാരം ഇന്ന രീതിയിൽ ചെലവഴിച്ചു, അതിനുള്ള എൻ്റെ അധ്വാനത്തിന് വേതനമാണിത്, അതിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എടുക്കുകയുണ്ടായി. ഈ സംഗതി തന്നെയാണ് സ്വീകാര്യമായി തോന്നുന്നതും. അതായത് ലാഭവിഹിതത്തിൽ നിന്ന് വേതനം സ്വീകരിച്ചതായിരിക്കും, അല്ലെങ്കിൽ ഒരു പരിധിവരെ ലാഭം എടുത്തിട്ടുണ്ടായിരിക്കും. ഏതായാലും അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അനുമതിയോട് കൂടിയാണ് ചെയ്തിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം ഹദരത്ത് മുആസ് ഹജ്ജ് ചെയ്യാൻ വന്നു. അദ്ദേഹം ഹദരത്ത് ഉമറിനെ കണ്ടു. അദ്ദേഹത്തെ ഹദരത്ത് അബൂബക്കർ ഹജ്ജിൽ നേതാവാക്കിയിരുന്നു. ഹദരത്ത് ഉമറും ഹദരത്ത് മുആസും യൗമെ തർവിയ, അതായത് സുൽഹിജ്ജ 8 കണ്ടുമുട്ടി. രണ്ടുപേരും പരസ്പരം ആലിംഗനം ചെയ്തു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൽ അനുശോചിച്ച ശേഷം രണ്ടുപേരും നിലത്തിരുന്നു വർത്തമാനം പറയാൻ തുടങ്ങി. അൽ ഇഷ്തിയാബിൽ എഴുതുന്നു, ഇതും ഒരു ചരിത്ര ഗ്രന്ഥമാണ്, ഹദരത്ത് മുആസ് വളരെയേറെ ദാനശീലനായിരുന്നു. അദ്ദേഹത്തിന്റെ ഔദാര്യവും ദാനശീലവും കാരണം അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും കടത്തിന്റെ പരിധിയിൽ വന്നു. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിൽ ഹാജരായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം തന്നവരോട് അദ്ദേഹത്തിന്റെ കടം മാപ്പാക്കി കൊടുക്കണമെന്ന് പറയാൻ അപേക്ഷിച്ചു. ഇത് നേരത്തെയും വിവരിച്ചതാണ്. വിവിധ ഉദ്ധരണികളിൽ അതേ കാര്യം തന്നെ വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം നൽകിയവരോട് പറഞ്ഞു, പക്ഷെ അവർ കടം മാപ്പാക്കുന്നത് നിരാകരിച്ചു. തുടർന്ന് എഴുതുന്നു, ആർക്കെങ്കിലും വേണ്ടി കടം മാപ്പാക്കിയിരുന്നുവെങ്കിൽ അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിച്ചുകൊണ്ട് ഹദരത്ത് മുആദ് ഇബ്നു ജബലിന്റെ കടം ഒഴിവാക്കുമായിരുന്നു. കാരണം ഏറ്റവും വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനമായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിഗണിച്ചുകൊണ്ട് കടം ഒഴിവാക്കുമായിരുന്നു. അല്ലെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് മുആദ് ഇബ്നു ജബലിന്റെ കടം വീട്ടുന്നതിന് വേണ്ടി സാമ്പത്തിക ത്യാഗം ചെയ്യുമായിരുന്നു. പക്ഷേ എന്നിട്ടും അവരിൽ പലരും നേരത്തെ പറഞ്ഞതുപോലെ മാപ്പാക്കിയില്ല. അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾ കടം തിരിച്ചു വാങ്ങുന്നതാണ്. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് കടം കൊടുത്തു വീട്ടുന്നതിന് ഹദരത്ത് മുആദ് ഇബ്നു ജബലിന്റെ സ്വത്തും മറ്റും വിൽപ്പന നടത്തി. അങ്ങനെ മുആദ് ഇബ്നു ജബൽ വെറും കൈയായി. തുടർന്ന് മക്ക വിജയത്തിന് ശേഷം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് മുആസിനെ യമനിന്റെ ഒരു ഭാഗത്ത് അമീറായി നിശ്ചയിച്ചു. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. അതായത് അദ്ദേഹത്തെ അമീറായിട്ടാണ് അയച്ചത്. അതുകൊണ്ട് ഉപഹാരവും മറ്റും അമീർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്നവ ബൈത്തുൽ മാലിന്റേതാണെന്ന് ഗണിക്കപ്പെട്ടിരുന്നു. അള്ളാഹുവിന്റെ സമ്പത്ത് കൊണ്ട് കച്ചവടം നടത്തിയ ആദ്യത്തെ ആൾ ഇദ്ദേഹമായിരുന്നു. അതായത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ബൈത്തുൽ മാലിൻ സമ്പത്ത് കൊണ്ടാണ് ചെയ്തിരുന്നത്. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഇദ്ദേഹമായിട്ട് സമൃദ്ധനായി. ഈ കാലത്തിനിടയിൽ അദ്ദേഹത്തിന് കച്ചവടം കൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുണ്ടാകും. അദ്ദേഹം എടുത്തിരുന്ന വിഹിതം കൊണ്ട് തന്നെ അദ്ദേഹം സമൃദ്ധനായി. അങ്ങനെ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ ഹദരത്ത് ഉമർ ഹദരത്ത് അബൂബക്കറിനോട് പറഞ്ഞു, അദ്ദേഹത്തെ, അതായത് മുആസിനോട് വിളിപ്പിച്ചാലും അദ്ദേഹത്തിന് അത്യാവശ്യങ്ങൾ കൊടുത്തിട്ട് മറ്റു മുഴുവൻ സമ്പത്തും തിരികെ വാങ്ങേണ്ടതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം വീടുന്നതിനാണ് അനുമതി നൽകിയത്. ഇപ്പോൾ കടം വീടിയിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന്റെ പക്കൽ വെക്കാവുന്നതാണ്. പക്ഷേ ഈ സമൃദ്ധി ഉണ്ടാകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഹദരത്ത് ഉമറിന്റെ വീക്ഷണത്തിൽ മേൽ സമ്പത്ത് ഒഴികെ മറ്റെല്ലാം വാങ്ങേണ്ടതാണ്. അങ്ങനെ ഹദരത്ത് അബൂബക്കറിന്റെ മുന്നിൽ ഈ വിഷയം വന്നു. ഹദരത്ത് അബൂബക്കറിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അനുരക്തി ഉണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുമതി നൽകിയിരിക്കെ താൻ അതിന് എതിരിൽ തീർപ്പ് കൽപ്പിക്കണമെന്നത് അദ്ദേഹത്തിന് അസഹനീയമായിരുന്നു. ഏതായാലും ഹദരത്ത് അബൂബക്കർ പറഞ്ഞു, അദ്ദേഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അയച്ചത്. ഞാൻ അദ്ദേഹത്തിൽ നിന്നൊന്നും വാങ്ങുന്നതല്ല. നിങ്ങൾക്ക് കച്ചവടം നടത്താവുന്നതാണ്, അതിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അയച്ചത്. അദ്ദേഹം സ്വയം നൽകുന്നുവെങ്കിൽ ആകാവുന്നതാണ്, ഞാൻ ചോദിക്കുന്നതല്ല.
റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശപ്രകാരമാണ് പോയത്. അനുമതിയോടെയാണ് ഉപഹാരം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മറ്റ് സാധനങ്ങളും അദ്ദേഹം സ്വയം തരികയാണെങ്കിൽ ശരി, ഞാൻ പറയുന്നതല്ല. ഹദ്രത്ത് ഉമർ വീണ്ടും ഹദ്രത്ത് മുആദിന്റെ അടുത്ത് പോയി. ഹദ്രത്ത് ഉമറും ചില ചട്ടങ്ങളുടെ കാര്യത്തിൽ ഉറച്ച നിലപാടെടുത്തിരുന്നു. അദ്ദേഹം ഹദ്രത്ത് മുആദിന്റെ അടുക്കലെത്തി. ഹദ്രത്ത് മുആദിനോട് കാര്യം പറഞ്ഞു. ഹദ്രത്ത് മുആദ് പറഞ്ഞു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടേക്ക് അയച്ചത് എന്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതിനാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും തന്നെ കൊടുക്കുന്നതല്ല. നിവേദനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന് സമൃദ്ധി ഏതാനും ദിവസങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം അധികവും ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തിരുന്നു. ഇനി ചില നിവേദനങ്ങളിൽ അദ്ദേഹം എങ്ങനെയാണത് വിതരണം ചെയ്തതെന്നും പറയുന്നുണ്ട്. തുടർന്ന് ഹദ്രത്ത് മുആദ് വീണ്ടും ഹദ്രത്ത് ഉമറിന്റെ അടുക്കലെത്തി പറഞ്ഞു, ഞാൻ താങ്കൾ പറഞ്ഞത് അംഗീകരിക്കുന്നു. ആദ്യം പറഞ്ഞത് തന്നെ താൻ തന്നെ ഒന്നും നൽകിയില്ല എന്നാണ് ഹദ്രത്ത് ഉമറിന് മറുപടി നൽകിയത്. കുറച്ചു കാലശേഷം അല്ലെങ്കിൽ കുറച്ച് സമയത്തിന് ശേഷം ഹദ്രത്ത് ഉമറിന്റെ അടുക്കലെത്തി പറഞ്ഞു, ശരി, ഞാൻ താങ്കൾ പറയുന്നത് അംഗീകരിക്കുന്നു. താങ്കൾ പറഞ്ഞത് തന്നെ ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഒരു സ്വപ്നം കണ്ടിരിക്കുന്നു. കുറച്ചു കാലത്തിന് ശേഷമായിരിക്കും പോയത്. കാരണം ഇവിടെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നു, ഞാൻ വെള്ളത്തിൽ മുങ്ങുന്നു. താങ്കൾ, അതായത് ഹദ്രത്ത് ഉമർ, എന്നെ രക്ഷിക്കുന്നു. ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. അതിനുശേഷം ഹദ്രത്ത് മുആദ് ഹദ്രത്ത് അബൂബക്കറിന്റെ സവിധത്തിലെത്തി വന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഞാൻ ഒരു കാര്യവും താങ്കളുടെ മറച്ചു വെക്കുന്നതല്ല. ഞാൻ വാങ്ങിയതും എങ്ങനെയാണ് വാങ്ങിയതെന്നും എല്ലാം എന്റെ മുന്നിലുണ്ട്. ഹദ്രത്ത് അബൂബക്കർ പറഞ്ഞു, ഞാൻ താങ്കളിൽ നിന്നൊന്നും വാങ്ങുന്നതല്ല. താങ്കൾ എല്ലാ കണക്കുകളും എന്നോട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഞാനൊന്നും വാങ്ങുന്നതല്ല. ഞാൻ അതെല്ലാം സമ്മാനമായി, ഉപഹാരമായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഹദ്രത്ത് ഉമർ പറഞ്ഞു, ഇത് നല്ലൊരു പരിഹാരമാകുന്നു. അപ്പോൾ ഹദ്രത്ത് ഉമറും കൂടെ ഉണ്ടായിരുന്നു. കാലത്തിന്റെ ഖലീഫ തീർപ്പ് കൽപ്പിച്ചുവെന്നും അതെല്ലാം ഹദ്രത്ത് മുആദിന് നൽകുകയാണെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. ഹദ്രത്ത് ഉമർ പറഞ്ഞു, അത് പൂർണ്ണ അനുസരണത്തോടു കൂടി സ്വീകരിച്ചു കൊള്ളുക. അത് എന്തിനാണ് അദ്ദേഹം എടുക്കുന്നത് എന്നതിലല്ലായിരുന്നു കാര്യം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിരിക്കുന്നു. അതുകൊണ്ട് അത് അദ്ദേഹം ചെലവഴിക്കാമോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ ആ സമ്പത്ത് തന്റെ കയ്യിൽ വെക്കാമോ ഇല്ലയോ എന്നത് സംബന്ധിച്ച് കാലത്തിന്റെ ഖലീഫയുടെ തീരുമാനം ഉണ്ടാകേണ്ടതാണ്. ഹദ്രത്ത് അബൂബക്കർ തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ആദ്യം ഹദ്രത്ത് ഉമർ അത് വാങ്ങണമെന്ന് ശക്തമായി ആവശ്യപ്പെട്ടതാണ്. എന്നാൽ താൻ അത് വാങ്ങുന്നില്ലെന്നും ഉപഹാരം നൽകിയതാണെന്നും തീർപ്പ് കൽപ്പിച്ചപ്പോൾ പിന്നെ ഹദ്രത്ത് ഉമറിന്റെ പക്കൽ ഒരു പഴുതുമുണ്ടായിരുന്നതിന് നിശബ്ദനായി പറഞ്ഞു, ശരി, ഈ തീരുമാനം എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഏറ്റവും നല്ല പരിഹാരമാകുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട്. ഹദ്രത്ത് മുആദിന് തന്റെ ആവശ്യങ്ങൾ പൂർത്തിയാകുന്നതുവരെ അള്ളാഹു ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുകയും അദ്ദേഹത്തിന് ആവശ്യങ്ങൾ പൂർത്തിയാകുകയും സമൃദ്ധി ഉണ്ടാവുകയും കടങ്ങൾ വീടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ അള്ളാഹു തന്നെ ഹദ്രത്ത് മുആദിന് ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചു. അതായത്, ഇനി സ്വന്തം സമ്പത്ത് കൊണ്ട് തന്നെ കഴിച്ചു കൂട്ടുക. ഇനി അമീർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഇനി ഉപഹാരം സ്വീകരിക്കുകയോ ബൈത്തുൽ മാലിന്റെ പൈസ ചെലവഴിക്കുകയോ ചെയ്യരുത്. അതിനുശേഷം അദ്ദേഹം അധികകാലം താമസിച്ചതുമില്ല. ഏതായിരുന്നാലും ഇതാണ് ചുരുങ്ങിയ വിവരണം. ഹദ്രത്ത് മുആദ് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും കാര്യം വന്നാൽ എങ്ങനെയാണ് തീർപ്പ് കൽപ്പിക്കുക? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അതിനെക്കുറിച്ചൊന്നും കണ്ടില്ലെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, അങ്ങനെ വന്നാൽ ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അനുസരിച്ച് പ്രതി പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിലും അത് സംബന്ധിച്ച് കൽപ്പന കണ്ടില്ലെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ എന്റെ ഗവേഷണം അനുസരിച്ച് തീരുമാനത്തിലെത്തുന്നതാണ്. അതായത്, ഞാൻ ഒരു വീഴ്ചയും വരുത്തുന്നതല്ല. മുആദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ എന്റെ നെഞ്ചിൽ കൈതട്ടിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിക്ക് ഇത്തരം കാര്യങ്ങൾ നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്തോഷത്തിന് നിദാനമായി.
ഹദ്റത്ത് മുആദ് നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് അയക്കുമ്പോൾ പറഞ്ഞു, ഭൗതിക സുഖ സൗഭാഗ്യങ്ങളുടെ ജീവിതം സ്വീകരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുക. കാരണം അള്ളാഹുവിന്റെ ദാസന്മാർ ഭൗതിക ആഡംബരങ്ങളുടെ ജീവിതം സ്വീകരിക്കാറില്ല. ഇവിടെ ഒരു കാര്യം വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഉപഹാരവും കച്ചവടം മുതലും കടം വീട്ടുന്നവരെ മാത്രമാണ്. കാരണം അദ്ദേഹം ദരിദ്രരെ സഹായിക്കുന്ന ആളും ഉദാരമതിയുമാണെന്നും അവർക്ക് വേണ്ടി അതെല്ലാം ചെലവഴിക്കുമെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് അറിയാമായിരുന്നു. പക്ഷെ എന്നിട്ടും ഉപദേശിക്കുകയാണ്, നിങ്ങൾക്ക് നൽകുന്ന ഈ അനുമതിയൊക്കെ നിങ്ങൾ സുഖാഡംബരത്തോടെ ജീവിതം നയിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുക, ആഡംബരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഉപദേശിക്കുകയും ചെയ്തു. ഹദ്റത്ത് മുആദ് പറയുന്നു, ഞാൻ യമനിലേക്ക് പുറപ്പെടാൻ എന്റെ വാഹനത്തിൽ കാൽ വെച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളോട് സൽസ്വഭാവത്തോട് പെരുമാറുക, ജനങ്ങളോട് സൽസ്വഭാവത്തോട് പെരുമാറുക. ഇന്നത്തെ മുസ്ലിങ്ങളുടെ അവസ്ഥ നോക്കുവിൻ. ഈ നിലയിലാണ് വർത്തിക്കേണ്ടത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീറത്തുൻ നബിയും ആഘോഷിക്കുന്നു, നബിദിനവും ആഘോഷിക്കുന്നു. നബിദിനം ആഘോഷിക്കുന്നതിന്റെ യാഥാർത്ഥ്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്തരമാതൃകയും ഉപദേശങ്ങളും പ്രാവർത്തികമാക്കുക എന്നതാകുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആദിനെ യമനിലേക്ക് വിധികർത്താവായി അയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ ഇങ്ങനെ വിവരിച്ചു, ഇന്നി ബഅസ്തു ലക്കും ഖൈറൻ മിൻ അഹ്ലി, ഞാൻ എന്റെ ജനങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ആളെ നിങ്ങളിലേക്ക് അയക്കുകയാണ്. ഇബ്നു അബി നജി നിവേദനം ചെയ്യുന്നു, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആദിനെ യമനിലേക്ക് വിധികർത്താവായി അയച്ചപ്പോൾ യമൻകാർക്ക് കത്തയച്ചു. പറയുന്നു, തീർച്ചയായും ഞാൻ എന്റെ ജനങ്ങളിൽ ഏറ്റവും നല്ലപോലെ അറിവും ദീനുമുള്ള ആളെയാണ് വിധികർത്താവായി നിയോഗിക്കുന്നത്. ഒരു ഹദീസിൽ ഇങ്ങനെയാണ് നിവേദനം, അതായത് ഹദ്റത്ത് മുആദ് പറയുന്നു, ഈ നിവേദനം മുസ്നദ് അഹ്മദ് ബിൻ ഹംബലിൽ വന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, 10 കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, അള്ളാഹുവിനോട് ആരെയും നിങ്ങൾ പങ്കുചേർക്കരുത്. നിങ്ങൾ കൊല്ലപ്പെടുകയോ കത്തിക്കപ്പെടുകയോ ആണെങ്കിൽ പോലും. രണ്ടാമത്തെ കാര്യം, മാതാപിതാക്കളെ ധിക്കരിക്കരുത്. അവർ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയോ സമ്പത്തിൽ നിന്ന് മാറ്റി നിർത്തുകയോ ചെയ്യുകയാണെങ്കിൽ പോലും മാതാപിതാക്കളെ ധിക്കരിക്കരുത്. എന്ത് തന്നെ സംഭവിച്ചാലും അവരിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ശരി. മൂന്നാമത്തെ കാര്യം പറഞ്ഞു, ഫർദ് നമസ്കാരങ്ങൾ ബോധപൂർവ്വം ഉപേക്ഷിക്കരുത്. കാരണം ഫർദ് നമസ്കാരങ്ങൾ ബോധപൂർവ്വം ഉപേക്ഷിക്കുന്നവൻ അള്ളാഹുവിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സംരക്ഷണത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നു. തുറന്നു പറഞ്ഞു, മദ്യം കഴിക്കരുത്. കാരണം മദ്യം എല്ലാ നിർലജ്ജയുടെയും തായ്വേരാകുന്നു. തിന്മയിൽ നിന്നും ധിക്കാരത്തിൽ നിന്നും മാറി നിൽക്കുക. കാരണം തിന്മ കാരണം ദൈവിക കോപം ഇറങ്ങുന്നു. ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ പുറംതിരിയരുത്. ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ പേടിച്ചോടിപ്പോകരുത്. നിങ്ങൾ കൊല ചെയ്യപ്പെട്ടാലും ശരി. ജനങ്ങൾ പ്ലേഗ് പോലുള്ള പകർച്ചവ്യാധിക്ക് ഇരയാകുമ്പോൾ നിങ്ങൾ അവർക്കിടയിലുണ്ടെങ്കിൽ അവിടെ തന്നെ തങ്ങുക. പ്ലേഗ് പരക്കുകയോ അല്ലെങ്കിൽ വളരെ വിശാലമായി പരക്കുന്ന പകർച്ചവ്യാധി ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആരോഗ്യത്തിന്റെ സ്ഥലത്ത് ആണുള്ളതെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. കുടുംബത്തിന് മേൽ തന്റെ കഴിവനുസരിച്ച് ചെലവഴിക്കുക. കഴിവ് എത്രയാണോ അത്രമാത്രം ചെലവഴിക്കുക. അവരോടുള്ള കടമ നിറവേറ്റുക. അവരെ ശാസിക്കാനും ശിക്ഷ നൽകാനും ഉപേക്ഷ വരുത്തരുത്. ശരിയായ ശിക്ഷ നൽകുക. കുറച്ചൊക്കെ കാഠിന്യം കാണിക്കേണ്ടി വന്നാൽ അതും ശരിയായ ശിക്ഷ നൽകാൻ ചെയ്യേണ്ടതാണ്. അങ്ങനെ അവരെ ദൈവിക ഭയത്തെ ഓർപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഈ 10 കാര്യങ്ങളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞത്. ഹദ്റത്ത് ഇബ്നു ഉമറിൽ നിന്നുള്ള നിവേദനം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് മുആദിനോട് പറഞ്ഞു, മുആദ്, ഞാൻ നിന്നോട് വാത്സല്യമുള്ള സഹോദരനെ പോലെ ഉപദേശിക്കുകയാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ തഖ്വ ഭയഭക്തി സ്വായത്തമാക്കുക. ഞാൻ നിന്നോട് ഭയഭക്തി സ്വായത്തമാക്കുക ഉപദേശിക്കുന്നു. രോഗിയെ സന്ദർശിക്കാൻ ഉപദേശിച്ചുകൊള്ളുന്നു. വിധികളുടെയും വിധവകളുടെയും ഏഴകളുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ഉപദേശിച്ചുകൊള്ളുന്നു.
ആവശ്യക്കാരുടെയും അഗതികളുടെയും കൂടെ ഇരിക്കാനും ജനങ്ങൾക്ക് തന്നിൽ നിന്ന് നീതി നൽകാനും സത്യം പറയാനും അള്ളാഹുവിന്റെ കാര്യത്തിൽ ആരോപണമുണ്ടാക്കുന്നവരുടെ ആരോപണം തടസ്സമാകാതിരിക്കാനും ഞാൻ നിങ്ങളെ ഉപദേശിച്ചു കൊള്ളുന്നു. ഹസരത്ത് ഉമർ ഒരിക്കൽ തന്റെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ പറഞ്ഞു. ഒരാൾ പറഞ്ഞു, എന്റെ സ്വർണം കൊണ്ട് എന്റെ വീട് സ്വർണം കൊണ്ട് നിറയണമെന്നും ആ ദൈവമാർഗത്തിൽ ചെലവഴിക്കണമെന്നും സദക്ക് നൽകണമെന്നുമാണ് എന്റെ ആഗ്രഹം. മറ്റൊരാൾ പറഞ്ഞു, എന്റെ വീട് മുത്തുകളും പവിഴങ്ങളും കൊണ്ട് നിറയണമെന്നും അവ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുകയും സദക്ക് കൊടുക്കുകയും ചെയ്യണമെന്നുമാണ് എന്റെ ആഗ്രഹം. എത്ര കൗതുകരവും മഹത്തരവുമായ ആഗ്രഹങ്ങളായിരുന്നു സഹാബാക്കൾക്ക് നോക്കുക. തുടർന്ന് ഹദരത്ത് ഉമർ പറഞ്ഞു, നിങ്ങൾ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുവാൻ. അവർ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, ഞങ്ങൾക്ക് എന്താണ് ആഗ്രഹിക്കേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഹദരത്ത് ഉമർ പറഞ്ഞു, എന്റെ വീട് ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹ്, ഹദരത്ത് മുആസ് ബിൻ ജബൽ, സാലിം മൗല അബു ഹുസൈഫ, ഹദരത്ത് ഹുസൈഫ ബിൻ യമാൻ എന്നിവരെ പോലുള്ള ആളുകളെ കൊണ്ട് നിറയണമെന്നാണ് എന്റെ ആഗ്രഹം. നേരത്തെയും വിവരിച്ചതാണ്. ഇവിടെ ഹദരത്ത് മുആസ് ബിൻ ജബലിന്റെ അനുസ്മരണത്തിലും വന്നിരിക്കുന്നു. ഹദരത്ത് മുആസ് ഹിജ്രി 9 മുതൽ 11 വരെ 2 വർഷം യമനിൽ താമസിച്ചു. ഒരിക്കൽ ഹദരത്ത് ഉമർ ബിൻ ഖത്താബ് 400 ദീനാറിന്റെ ഒരു കിഴി, അതായത് ഒരു സഞ്ചിയിൽ 400 ദീനാർ നിറച്ചുകൊണ്ട് തന്റെ ഭൃത്യനോട് അത് ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന് കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു. കഴിഞ്ഞ ഒരു ഖുത്ബയിൽ ഹദരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹിന്റെ അനുസ്മരണത്തിൽ വിവരിച്ചതാണ്. ഇതിന്റെ ബാക്കിഭാഗം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഴുവനും വിശദീകരിക്കാൻ അന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭൃത്യനോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ വീട്ടിൽ അല്പനേരം തങ്ങുക, അദ്ദേഹം ഈ ധനം എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ ഭൃത്യൻ ആ കിഴിയുമായി അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, അമീർ മുഅ്മിനീൻ സമ്പത്ത് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തോട് കരയേറ്റെ. തുടർന്ന് അദ്ദേഹം തന്നെ പരിചാരിക്കയെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ 7 ദിനാർ ഇന്ന ആൾക്ക് കൊടുക്കുക, ഈ 5 ഇന്ന ആൾക്ക് കൊടുക്കുക, ഈ 5 ഇന്ന ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ് വിതരണം ചെയ്തു. അങ്ങനെ അത് മുഴുവൻ കഴിഞ്ഞു. അതായത് പരിചാരികയെ വിളിച്ച് ഇന്ന വീടുകളിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ സാധുക്കളുടെ വീടുകളിൽ ആയിരിക്കാം. പിന്നെ ഭൃത്യൻ ഹദരത്ത് ഉമറിന്റെ അടുക്കൽ തിരിച്ചെത്തി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഹദരത്ത് ഉമർ അത്രയും ദീനാർ തന്നെ ഹദരത്ത് അബൂ ഉബൈദയ്ക്ക് കൊടുത്തയച്ചു. അത്രയും ദീനാർ ഹദരത്ത് മുആസിന് വേണ്ടിയും തയ്യാറാക്കി അയച്ചു കൊടുത്തിരുന്നു. അതായത് മറ്റൊരു സഞ്ചി തയ്യാറാക്കി വെച്ചിരുന്നു. അദ്ദേഹം ഭൃത്യനോട് പറഞ്ഞു, ഇത് ഹദരത്ത് മുആസിനെ കൊണ്ട് കൊടുത്തുകൊള്ളുക, അദ്ദേഹത്തിന്റെ വീട്ടിൽ കുറച്ചു നേരം തങ്ങുക, അദ്ദേഹം ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കുക. അങ്ങനെ ഭൃത്യൻ സഞ്ജയുമായി ഹദരത്ത് മുആസിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് താങ്കൾക്ക് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കണമെന്ന് അമീർ മുഅ്മിനീൻ പറയുന്നു. അദ്ദേഹം പറഞ്ഞു, മുആസ് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തോട് കരുണ ചെയ്യട്ടെ. തുടർന്ന് അദ്ദേഹം തന്റെ പരിചാരികയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇത്ര ദീനാർ ഇന്ന വീട്ടിൽ കൊടുക്കുക, ഇത്ര ദീനാർ ഇന്ന വീട്ടിലേക്ക് കൊടുക്കുക. ഇത്രയും ആയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും വന്നിട്ട് പറഞ്ഞു, അള്ളാഹു വണേ നമ്മളും അഗതികളാകുന്നു, അതായത് വീട്ടിലൊന്നുമില്ല, വീടിനും സ്വത്തിനും എന്തെങ്കിലും വെക്കുക. നേരത്തെ ഉപഹാരം സ്വീകരിക്കുന്നതുമായി ലാഭമെടുക്കുന്നതും സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളും ഇവിടെ വ്യക്തമാകുന്നുണ്ട്, വിശദീകരിക്കപ്പെടുന്നതാണ്. അവർ പറയുന്നു, വീട്ടിലൊന്നുമല്ല, ഞങ്ങളും അഗതികൾ ഉൾപ്പെടുന്നു, ഞങ്ങൾക്കും എന്തെങ്കിലും തരേണ്ടതാണ്. ആ സഞ്ചിയിൽ അപ്പോൾ 2 ദീനാർ മാത്രമേ ബാക്കി വന്നിരുന്നുള്ളൂ. എല്ലാ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മുആസ് ആ 2 ദീനാർ തന്റെ ഭാര്യയ്ക്ക് ഇട്ടുകൊടുത്തു. ഭൃത്യൻ ഹദരത്ത് ഉമറിന്റെ അടുക്കലത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഹദരത്ത് ഉമർ ഏറെ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഇവർ 2 പേരും ഹദരത്ത് അബൂ ഉബൈദയും ഹദരത്ത് മുആസും പരസ്പര സഹോദരങ്ങളാകുന്നു. ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇവരുടെ സ്വഭാവം ഒരേപോലെയാകുന്നു. ഷരീബിൻ ഉബൈദയും റാഷിദ് ബിൻ സാദ് മുതലായവർ നിവേദനം ചെയ്യുന്നു, ഹദരത്ത് ഉമർ സർഗ എന്ന സ്ഥലത്തെത്തി. ഇത് താബൂത്ത് താഴ്വരയിലെ സ്ഥലമാകുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, വളരെ ശക്തമായ പകർച്ച പടർന്നിരിക്കുന്നു. ഹദരത്ത് ഉമർ പറഞ്ഞു, സ്ത്രീയിൽ ശക്തമായ പകർച്ചവ്യാധി വന്നിരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിഞ്ഞു. എന്റെ മരണം വന്നാൽ ഹദരത്ത് ഉബൈദ് ബിൻ ജറാഹ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഖലീഫയെ നാമനിർദ്ദേശം ചെയ്യുന്നതാണ്.
അള്ളാഹു എന്നോട് അതിന് സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ നിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. എല്ലാ നബിക്കും ഒരു അമീൻ വിശ്വസ്തനുണ്ട്. എന്റെ അമീൻ അബൂബൈദ ബിൻ ജറാഹ് ആകുന്നു. ഇത് നേരത്തെ പരാമർശിച്ചതാണ്. ജനങ്ങൾക്ക് ഈ കാര്യം ഇഷ്ടമായില്ല. അവർ പറഞ്ഞു, ഖുറൈശികളുടെ വലിയ ആളുകൾ ബനു ഫഹറിന്റെ കാര്യം എന്താകും? അതത്ത് ഉമർ പറഞ്ഞു, എന്റെ മരണവേളയിൽ അബൂ ഉബൈദ ബിൻ ജറാഹ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ മുആസ് ബിൻ ജബലിനെ ഖലീഫയെ നിശ്ചയിക്കുന്നതാണ്. എന്റെ പിതാവുമാനായ നാഥൻ എന്നോട് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തിനാണ് ഖലീഫയാക്കിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, നിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിരിക്കുന്നു. ഖിയാമത്ത് ദിവസം അദ്ദേഹത്തെ ഉലമാക്കളുടെ മുന്നിൽ എത്തിക്കുന്നതാണ്. വൈജ്ഞാനിക കാര്യങ്ങളിൽ അദ്ദേഹം വളരെ ശ്രേഷ്ഠത ഉള്ള ആളായിരുന്നു. ഹിജ്റ 15 യർമൂക്ക് യുദ്ധത്തിൽ ഹസരത്ത് മുആസ് ബിൻ ജബലും ഹസരത്ത് അബൂ ഉബൈദ ബിൻ ജറാഹും മൈമന, അതായത് യുദ്ധത്തിൽ കമാൻഡർ നിൽക്കുന്ന സ്ഥലം, അതിന്റെ വലതു ഭാഗത്തുള്ള ഭാഗത്തെ നേതാവ് നിശ്ചയിക്കപ്പെട്ടു. ക്രിസ്ത്യാനികളുടെ ശക്തമായ ആക്രമണം കാരണം മുസ്ലിങ്ങളുടെ മൈമന തകർന്നുപോയി, ചിതറി. ഹദരത്ത് മുആദ് തന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ വളരെ സ്ഥൈര്യത്തിന്റെയും മാതൃക കാണിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി പറഞ്ഞു, ഞാനിനി കാലാളായിപ്പെടുന്നതാണ്. ഈ കുതിരയെ യഥാവിധി ഉപയോഗിക്കാൻ അറിയുന്ന വല്ല യോദ്ധാവുമുണ്ടോ? ഇത് അവർക്ക് നൽകപ്പെടുന്നതാണ്. അദ്ദേഹത്തിന്റെ മകനുമായി യുദ്ധത്തിൽ ഉണ്ടായിരുന്നു. മകൻ പറഞ്ഞു, ഞാൻ ഇതിന്റെ കടമ നിർവഹിക്കും. ഇതിൽ സവാരി ചെയ്തുകൊണ്ട് എനിക്ക് ശത്രുക്കൾ നല്ലപോലെ ആക്രമിക്കാൻ കഴിയുന്നതാണ്. ഏതായിരുന്നാലും പിതാവും മകനും റോമൻ സൈന്യത്തെ പിളർന്നുകൊണ്ട് അകത്തേക്ക് കടന്നു, ശക്തമായി പൊരുതി. അങ്ങനെ മുസ്ലിങ്ങളുടെ ചുവടുകൾ വീണ്ടും ഉറച്ചു. അതൊരു ഭയാനകമായ അവസ്ഥയായിരുന്നു. പിന്നെ വീണ്ടും അവർ ക്രിസ്ത്യാനികളെ പരാജയപ്പെടുത്തി മുസ്ലിങ്ങൾക്ക് വിജയം സമ്മാനിച്ചു. ഹദരത്ത് അബു ഇദ്രീസ് ഖുലാനി വിവരിക്കുന്നു, ഞാൻ സിറിയയിലുള്ള ഡമസ്കസിലെ മസ്ജിദിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒളിച്ചു തരുന്ന പല്ലുകളുടെ ഒരു യുവാവ് ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന് ചുറ്റിലും ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നു. ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം സംബന്ധിച്ച് വിലമതിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു. അത് ഹദരത്ത് മുആസ് ബിൻ ജബലാണെന്ന് പറയപ്പെട്ടു. അടുത്ത ദിവസം ഞാൻ ഉച്ചനേരത്ത് പോയപ്പോൾ അദ്ദേഹം എന്നെക്കാളും മുൻപേ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം നമസ്കരിക്കുകയാണ്. ഞാൻ കാത്തു നിന്നു. അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മുന്നിൽ പോയി. അദ്ദേഹത്തിന് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, അള്ളാഹുവാണേ, ഞാൻ അള്ളാഹുവിന് മുൻനിർത്തി താങ്കൾ സ്നേഹിക്കുന്നു. അടുത്ത് മുആസ് പറഞ്ഞു, അള്ളാഹു സത്യമാണെന്ന്. ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. അതടുത്ത് മുആസ് വീണ്ടും ചോദിച്ചു, അള്ളാഹുവാണ് സത്യമെന്നു. അത് ഞാൻ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം. തുടർന്ന് അദ്ദേഹം എന്റെ പുതപ്പിന്റെ കോന്തല പിടിച്ചുകൊണ്ട് തന്നിലേക്ക് വലിച്ചടുപ്പിച്ചിട്ട് പറഞ്ഞു, സന്തോഷിക്കുക, കാരണം ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നതായി കേട്ടിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി അടുത്തിരിക്കുകയും എനിക്ക് വേണ്ടി പരസ്പരം കൂടിക്കാഴ്ച നടത്തുകയും എനിക്ക് വേണ്ടി പരസ്പരം ചെലവഴിക്കുകയും ചെയ്യുന്നവർക്ക് എന്റെ സ്നേഹം അനിവാര്യമായി തീർന്നിരിക്കുന്നു. അള്ളാഹുവിന്റെ സ്നേഹം അനിവാര്യമായിരിക്കുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് മുആസ് ബിൻ ജബലിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഊഴമനുസരിച്ച് ഒരാളുടെ അടുക്കൽ എത്തുമ്പോൾ മറ്റേ ആളിൽ നിന്ന് വെള്ളം പോലും കുടിച്ചിരുന്നില്ല. അത്രമാത്രം നീതിയായിരുന്നു. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് മുആസ് ബിൻ ജബലിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഊഴമനുസരിച്ച് അവരുടെ അടുത്താണോ ആരുടെ അടുത്താണോ ഉള്ളത്, അന്ന് മറ്റു ഭാര്യ വീട്ടിൽ നിന്ന് വുദു പോലും ചെയ്തിരുന്നില്ല. ഇവർ 2 പേരും സ്ത്രീയിൽ പകർച്ചവ്യാധി കാരണമാണ് മരണപ്പെട്ടത്. 2 പേരെയും ഒരേ കബലാണ് മറുപടിക്കിയത്. ആരെയാണ് ആദ്യം കബലിൽ ഇറക്കേണ്ടത് എന്ന കാര്യത്തിൽ അദ്ദേഹം നറുക്കെടുപ്പെടുത്തി. ഇതായിരുന്നു നീതി. സീറു സഹാബ എന്ന പുസ്തകത്തിൽ നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് മുആസിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അവർ 2 പേരും അംവാസിലെ പ്ലേഗ് കാരണം മരണപ്പെട്ടു. അതായത് അക്കാലത്ത് അത് പകർച്ചവ്യാധി പടർന്നു പിടിച്ചിരുന്നു. ഒരു മകനെ സംബന്ധിച്ച് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം യർമൂക്ക് യുദ്ധത്തിൽ ഹദരത്ത് മുആസിനോടൊപ്പം പങ്കെടുത്തിരുന്നു. അംവാസ്
പ്ലേഗ് കാരണമാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഹദരത്ത് അബൂ ഉബൈദ പ്ലേഗ് കാരണം മരണപ്പെട്ടപ്പോൾ ഹദരത്ത് ഉമർ അദ്ദേഹത്തെ മുആദിന്റെ സിറയിലേക്ക് കൈകാര്യകർത്താവായി അയച്ചു. അംവാസിനെ എന്നതൊരു സ്ഥലത്തിന്റെ പേരാകുന്നു. ഇത് നേരത്തെയും വിവരിച്ചതാണ്. അതായത് യർമലയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെ ബൈത്തുൽ മുഖദ്ദസിലേക്കുള്ള വഴിയിലാണ് പ്രദേശം. ഹദരത്ത് മുആസും ഇതേ വർഷം പ്ലേഗ് കാരണം മരണപ്പെട്ടു. ഖസീർ ഇബ്നു മർറ നിവേദനം ചെയ്യുന്നു, ഹദരത്ത് മുആസ് തന്റെ രോഗാവസ്ഥയിൽ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ തിരുനബിയിൽ നിന്ന് ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അത് ഞാൻ നിങ്ങളിൽ നിന്ന് ഗോപ്യമാക്കി വെച്ചിരിക്കുന്നതാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരാണോ തന്റെ അവസാനത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അയാൾക്ക് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. മറ്റൊരു നിവേദനത്തിൽ വരുന്നു, ഹദരത്ത് മുആസ് പറഞ്ഞു, നിങ്ങളോട് ഈ ഹദീസ് പറയുന്നതിൽ ഞാൻ നിങ്ങൾ മറ്റ് കർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഇതിൽ മാത്രം പ്രതീക്ഷ അർപ്പിച്ചെങ്കിലും എന്ന കാര്യം മാത്രമാണ് അത് നിങ്ങൾ പറയുന്നോടെന്ന് എനിക്ക് തടസ്സമായിട്ടുണ്ടായിരുന്നുള്ളൂ. സിറിയയിൽ പ്ലേഗ് പടർന്നപ്പോൾ ഹദരത്ത് മുആസ് ഇബ്നു ജബലിനും പ്ലേഗ് പിടിപെട്ടു. അങ്ങനെ അദ്ദേഹം മോഹത്സയപ്പെട്ടു. കുറച്ച് ബോധം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു നിന്നുള്ള ആദിയാണ് എനിക്ക് മേൽ ഉണ്ടാക്കിയാലും എന്റെ അന്തസ്സാണ് സത്യം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പിന്നെ വീണ്ടും അദ്ദേഹം മോത്സയപ്പെട്ടു. വീണ്ടും ബോധം വന്നപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ വീണ്ടും പറഞ്ഞു. ഹദരത്ത് മുആസ് ഇബ്നു ജബലിന്റെ മരണം ആസന്നമായപ്പോൾ പറഞ്ഞു, നോക്കൂ, നേരം പുലർന്നോ? അപ്പോൾ രാവിലെ ആയിട്ടില്ലെന്ന് പറയപ്പെട്ടു. അങ്ങനെ നേരം വെളുത്തപ്പോൾ പറഞ്ഞു, നേരം പുലർന്നിരിക്കുന്നു. ഹദരത്ത് മുആസ് പറഞ്ഞു, ഏതൊരു രാവിന്റെ പ്രഭാതമാണോ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ഞാൻ അതേപറ്റി അള്ളാഹുവിൽ അഭയം തേടുന്നു. ഞാൻ മരണത്തെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എന്റെ പ്രിയമനെ കണ്ടുമുട്ടുന്നതിന് സ്വാഗതം ചെയ്യുന്നു. അതൊരു നീണ്ട കാലത്തിന് ശേഷം സമാഗതമാവുകയാണ്. അള്ളാഹുവേ, ഞാൻ നിന്നെ ഭയപ്പെടുന്നതാണ്. ഞാൻ നിനക്കറിയാം, ഞാൻ നിന്റെ പ്രതീക്ഷയിലാണുള്ളത്. ഞാൻ ഭൗതിക ലോകവും നീണ്ട ജീവിതം ആഗ്രഹിക്കുന്നതിൽ അരുവികൾ ഉണ്ടാക്കാനും മരണങ്ങൾ നടത്തു വരുത്താനുമല്ല, മറിച്ച് ഉച്ചയ്ക്കുള്ള ദാഹവും അവസ്ഥകൾക്ക് അനുസൃതമായ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും നിന്നെ സ്മരിക്കുന്ന ഉലമാക്കളെ സഹസ്രിക്കുന്നതിനുമാണ്. മറ്റൊരു വേദത്തിൽ പറയുന്നു, ഹദരത്ത് മുആസ് മരണം സമീപസ്ഥമായപ്പോൾ കരയാൻ തുടങ്ങി. അദ്ദേഹത്തോട് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. താങ്കൾ തിരുവനന്തപുരം സാഹചര്യമാകുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മരണഭീതി കൊണ്ടല്ല കരയുന്നത്, ഇഹലോകത്തെ ഉപേക്ഷിക്കുന്നു കൊണ്ടുമല്ല കരയുന്നത്. ഞാൻ കരയാൻ കാരണം ഇത്ര മാത്രമേ ഉള്ളൂ, അതായത് 2 സംഘങ്ങൾ ഉണ്ടാകും. ഞാൻ അതിൽ ഏതിലാണ് ഉയർത്തെഴുന്നേൽക്കപ്പെടുക എന്ന് എനിക്കറിയില്ല. ഒന്ന് സ്വർഗസ്ഥരായിരിക്കും, മറ്റേ നരകവാസികളും. ഞാൻ അള്ളാഹുവിനെയാണ് ഭയപ്പെടുന്നത്, അതുകൊണ്ടാണ് കരയുന്നത്. മുസ്നദ് അഹ്മദ് ബിൻ ഹംബലുള്ള നിവേദനമാണ്. ഹദരത്ത് മുആസ് പറയുന്നു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ ഇങ്ങനെ പറയുന്നതായി കേട്ടു, അടുത്ത് തന്നെ നിങ്ങൾ സിറിയയിലേക്ക് പലായനം ചെയ്യുന്നതാണ്, നിങ്ങളുടെ കരങ്ങളാൽ വിജയിക്കുന്നതാണ്. എന്നാൽ അവിടെ വ്രണങ്ങളും ചലക്കുരുവും കൊണ്ടുള്ള രോഗം നിങ്ങളെ ബാധിക്കുന്നതാണ്. അത് മനുഷ്യനെ മുച്ചൂടും ബാധിക്കുന്നതാണ്. അള്ളാഹു അത് മുഖേന അവർക്ക് ഷഹാദത്ത് നൽകുന്നതായിരിക്കും. അവരുടെ കർമ്മങ്ങൾ ശുദ്ധീകരിക്കുകയും ചെയ്യും. അള്ളാഹുവെ മുആസ് ഇബ്നു ജബൽ ഹദീസ് കേട്ടതായി നിനക്കറിയാം, അതുകൊണ്ട് അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഇതിൽ നല്ലൊരു പങ്ക് നൽകണമേ. ഇതാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവർ എല്ലാവരും പ്ലേഗിൽ മരണപ്പെട്ടു. അവരിൽ ആരും തന്നെ ജീവനോടെ ബാക്കിയായില്ല. ഹദരത്ത് മുആസ് ഇബ്നു ജബലിന്റെ ചൂണ്ടുവിരലിൽ ഒരു പ്ലേഗിന്റെ കഴലുണ്ടായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിന് പകരമായി ചുവന്ന ഒട്ടകം കിട്ടുന്നത് പോലും ഇഷ്ടമല്ല, ഞാൻ ഇതിൽ തന്നെ സന്തോഷിക്കുന്നതാണ്. താരിഖ് തിബ്രിയിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ ഉള്ളംകൈയിൽ ഒരു വ്രണക്കുരു വന്നപ്പോൾ അത് തന്റെ കയ്യിലെ പുറകുവശത്ത് അദ്ദേഹം ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് പകരം ലോകത്തിലെ മറ്റേതെങ്കിലും കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഹദരത്ത് മുആസ് ഇബ്നു ജബൽ ഹിജ്റ 18 വഫാത്തായി. അദ്ദേഹത്തിന്റെ പ്രായത്തെ പറ്റി വ്യത്യസ്ത നിവേദനങ്ങളുണ്ട്. അതനുസരിച്ച് 33, 34, 38 എന്നാണ് അദ്ദേഹത്തിന്റെ പാരം പറയുന്നത്. ഹദരത്ത് മുആസ് നിവേദനം ചെയ്യുന്നു, ഹദീസുകളുടെ എണ്ണം 157 ആകുന്നു. അതിൽ 2 ഹദീസുകളെ പറ്റി ബുഖാരിക്കും മുസ്ലിമിനും അഭിപ്രായമുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങളിലും അത് വന്നിട്ടുണ്ട്. 2 ഗ്രന്ഥങ്ങളും വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്മരിക്കാൻ പോകുന്ന സഹാബി ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമർ ആകുന്നു. അൻസാറിലെ ഖസ്റജ് ഗോത്രത്തിന്റെ ശാഖയായ ബനു സൽമയിൽ കാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അംർ ബിൻ ഹറാം എന്നും മാതാവിന്റെ പേര് റിബാബ് ബിൻ ഖൈസ് എന്നുമായിരുന്നു. ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ ഉമർ മദീന ഹിജ്റത്തിന്റെ 40 വർഷം മുമ്പാണ് ജനിച്ചത്. അതായത് ഹിജ്റത്ത് വേളയിൽ അദ്ദേഹത്തിന് 40 വയസ്സായിരുന്നു പ്രായം. അബ്ദുല്ലാഹ് ബിൻ ഉമർ സുപ്രസിദ്ധ സഹാബിയായ ഹദരത്ത് ജാബിർ ബിൻ അബ്ദുല്ലാഹിന്റെ പിതാവാകുന്നു.
ഹസരത്ത് അബ്ദുല്ലാ ബിൻ അമ്ര ഹസരത്ത് അമ്ര ബിൻ ജമൂഹന്റെ സഹോദരി ഭർത്താവായിരുന്നു. അബ്ദുല്ലാ ബിൻ അമ്ര ബയ്യത്ത് ഉഖബ സാനിയിൽ ഭാഗവാക്കായിരുന്നു. തിരുവിശ്വസം നിശ്ചയിച്ച 12 നേതാക്കന്മാരിൽ ഒരാൾ ഇദ്ദേഹമായിരുന്നു. ഇദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ഷഹീദായി. ചിലരുടെ വീക്ഷണം അനുസരിച്ച് ഹസരത്ത് അബ്ദുല്ലാ ബിൻ അമ്ര ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും ആദ്യത്തെ ഷഹീദാകുന്നു. അദ്ദേഹം സത്യവിശ്വാസം സ്വീകരിച്ച് സംബന്ധിച്ച് സംഭവം ഹസരത്ത് കഅബ് ബിൻ മാലിക് വിവരിക്കുന്നു. ഞങ്ങൾ അയ്യാമുൽ തശ്രീഖിൽ, അതായത് ഹജ്ജിന്റെ അവസാനത്തെ 3 ദിവസങ്ങളിൽ മധ്യദിനത്തിൽ ഉഖബയിൽ വെച്ച്, അതായത് 11 മുതൽ 13 വരെ, അതിന്റെ മധ്യദിനത്തിൽ അഖബയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഉഖബ മക്കയ്ക്ക് മദീന ഇവിടെയുള്ള സ്ഥലമാണ്. നേരത്തെയും പറഞ്ഞതാണ്. ഞങ്ങൾ ഹജ്ജിൽ നിന്ന് വിരമിച്ചപ്പോൾ രാത്രിയായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരം വാഗ്ദാനം ചെയ്യുന്നതാണ്. ഞങ്ങളോടൊപ്പം അബ്ദുല്ലാ ബിൻ അമ്രും ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളുടെ നേതാക്കന്മാരിൽ ഒരു നേതാവും ഞങ്ങളുടെ ആദരണീയ വ്യക്തിത്വങ്ങളിൽ ഒരാളുമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെയും കൂടെ കൂട്ടിയിരുന്നു. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ നിന്ന് കൂടിക്കാഴ്ച സംബന്ധിച്ച് മറച്ചു വെച്ചിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ ജാബിർ, താങ്കൾ ഞങ്ങളുടെ നേതാവാകുന്നു, ഞങ്ങളിൽ ആദരണീയനുമാണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബൂ ജാബിർ എന്നായിരുന്നു. അതുകൊണ്ടാണ് അബൂ ജാബിർ എന്ന് പറയുന്നു, അബൂ ജാബിർ, താങ്കൾ ഞങ്ങളുടെ നേതാക്കന്മാരിൽ ഒരാളാകുന്നു, ഞങ്ങൾ ആദരണീയനുമാണ്. താങ്കൾ നരകത്തിന് ഇന്ധനമാകുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഖ്വ എന്ന സ്ഥലത്ത് സന്ധിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു. പറയുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ബയ്യത്ത് അഖബയിൽ സാനിയിൽ ഭാഗവാക്കായി നേതാവായി നിശ്ചയിക്കപ്പെടുകയും ചെയ്തു. ഹദരത്ത് ജാബിർ അബ്ദുള്ള പറയുന്നു, ഞാനും എന്റെ പിതാവും എന്റെ 2 മാതുലന്മാരും അസാബ് ഒഖബയിൽ ഉൾപ്പെട്ടവരാകുന്നു. ഇബ്നു ഐന എന്ന നിവേദകൻ പറയുന്നു, ഇബ്നു ഒയ്ന അതിലൊരാൾ ഹദരത്ത് ബറാ ബിൻ മഅ്മൂർ ആകുന്നു. ഉഖബ സാനിയെ സംബന്ധിച്ച് സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണം 1-2 സഹാബാക്കളുടെ വിശദീകരണത്തിൽ അനുസ്മരിച്ചതാണ്. ഇവിടെ കുറച്ചു ഭാഗം വിവരിക്കാം. ഉഖബ സാനിയെ സംബന്ധിച്ച് സീറത്ത് ഖാത്തമുൻ നബീൻ എന്ന പുസ്തകത്തിൽ ഹദരത്ത് അബ്ദുല്ലാ ബിൻ അമറിനെ സംബന്ധിച്ച് വന്ന ഭാഗം വിവരിക്കാം. നബവി 13-ാം വർഷം ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജിന്റെ അവസരത്തിൽ ഔസ് ഖദറജ് ഗോത്രങ്ങളിലെ നിരവധി ആളുകൾ മക്കയിൽ വന്നു. അവരിൽ മുസ്ലിങ്ങളായ അല്ലെങ്കിൽ മുസ്ലിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന 7 പേരും ഉണ്ടായിരുന്നു. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുന്നതിനാണ് മക്കയിൽ വന്നത്. ആ സമയത്ത് ഒറ്റയ്ക്കും കൂട്ടായുമുള്ള കൂടിക്കാഴ്ച ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഹജ്ജ് അനുഷ്ഠിച്ചതിന് ശേഷം ദുൽഹിജ്ജയിലേക്കുള്ള മധ്യത്തിലെ ഒരു തീയതി നിശ്ചയിച്ചു. അത് ഏകദേശം അർദ്ധരാത്രി. ഇവരെല്ലാവരും കഴിഞ്ഞ വർഷത്തെ അതേ താഴ്വരയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമെന്ന് നിശ്ചയിച്ചു. അങ്ങനെ സമാധാനത്തിൽ ബദ്ധശ്രദ്ധരായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് ഒന്നിച്ചു വരരുതെന്നും ഒറ്റയ്ക്കൊറ്റയ്ക്കോ 2 ആൾ വീതമോ നിശ്ചിത സ്ഥലത്ത് എത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങുന്നവരെ ഉണർത്തരുതെന്നും സന്നിഹിതരല്ലാത്തവരെ കാത്തു നിൽക്കരുതെന്നും പറഞ്ഞിരുന്നു. അങ്ങനെ നിശ്ചിത ദിവസം വന്നെത്തി. രാത്രി സമയത്ത് 1/3 ഭാഗം കഴിഞ്ഞപ്പോൾ റസൂൽ ഒറ്റയ്ക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങി. വഴിയിൽ പിതൃവനായ അബ്ബാസിനെയും കൂടെ കൂട്ടിയിരുന്നു. അദ്ദേഹം അപ്പോഴും മുശ്രിക്കായിരുന്നു. പക്ഷെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. കുടുംബത്തിലെ നേതാവുമായിരുന്നു. ഹാഷിം കുടുംബത്തിലെ നേതാവുമായിരുന്നു. അങ്ങനെ അവർ 2 പേരും താഴ്വരയിലെത്തി. അധിക നേരം ആകുന്നതിന് മുമ്പ് അൻസാറുകളും ഓരോരുത്തരും ഈ 2 പേർ വീതം എത്തി. ഇവർ 70 പേരുണ്ടായിരുന്നു. അവർ ഔസ് ഖദറജ് ഗോത്രക്കാരായിരുന്നു. ഏറ്റവും ആദ്യം അബ്ബാസാണ് സംസാരം തുടങ്ങിയത്. പറഞ്ഞു, ഖദറജ് ഗോത്രക്കാരെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബത്തിൽ ആദരണീയനും ഏറെ പ്രിയങ്കരനുമാണ്. ആ കുടുംബം ഇന്നേവരെയും അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് ജാമ്യമായിരുന്നു. എല്ലാ പ്രയാസഘട്ടത്തിലും നെഞ്ചു വിരിച്ചു നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ മുഹമ്മദ് തന്റെ നാട് ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുക്കൽ വരാൻ ആഗ്രഹിക്കുന്നു. ആയതിനാൽ നിങ്ങൾ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലപോലെ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടി വരും. എല്ലാ ശത്രുവിനും നെഞ്ഞു വിരിച്ചു നിൽക്കേണ്ടതായി വരും. നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ തുറന്നു പറയുക.
കാരണം തുറന്നു പറയുന്നതാണ് എപ്പോഴും ഗുണപ്രദം. അൻസാറുകളിൽ ഗോത്രത്തിലെ പ്രയാധിക്യമുള്ള പ്രഭാവമുള്ള ബറാ ബിൻ മഅ്മൂർ എന്ന ആളുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അബ്ബാസ്, ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേട്ടു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പരിശുദ്ധ നാവ് കൊണ്ട് നിങ്ങൾ പറയണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങളെ വിവരിക്കട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ഏതാനും ആയത്തുകൾ പാരായണം ചെയ്ത ശേഷം ചെറിയൊരു പ്രഭാഷണം നടത്തി. അതിൽ ഇസ്ലാമിന്റെ അധ്യാപനം വിവരിച്ചു, അള്ളാഹുവിനോടും സൃഷ്ടികളോടുമുള്ള കടപ്പാടുകൾ വിവരിച്ചു. തുടർന്ന് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെയും ബന്ധുക്കളെയും സംരക്ഷിക്കുന്നത് പോലെ ആവശ്യം വന്നാൽ എന്നോടും പെരുമാറണമെന്നത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഭാഷണം അവസാനിപ്പിച്ചപ്പോൾ ബറാ ബിൻ മഅ്മൂർ അറേബ്യൻ രീതി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ തന്റെ കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേ സത്യവും സത്യസാക്ഷ്യവുമായ അല്ലാഹുവാണ് സത്യം. ഞങ്ങൾ ഞങ്ങളുടെ ജീവനെ കാത്തുരക്ഷിക്കുന്നത് പോലെ താങ്കളെ കാക്കുന്നതാണ്. അതിനിടയിൽ ഒരാൾ പറഞ്ഞു, ഇത് ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്നു, പക്ഷേ അങ്ങേക്ക് വിജയം ലഭിക്കുമ്പോൾ ഞങ്ങൾ ഉപേക്ഷിച്ചു പോകുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ രക്തം എന്റെ രക്തമായിരിക്കും, നിങ്ങളുടെ സുഹൃത്ത് എന്റെ സുഹൃത്തായിരിക്കും, നിങ്ങളുടെ ശത്രു എന്റെ ശത്രുവായിരിക്കും. തുടർന്ന് അബ്ബാസ് ബിൻ ഉബാദ അൻസാരി തന്റെ സുഹൃത്തുക്കളിൽ കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളെ ഈ ഉടമ്പടിയുടെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതിന്റെ അർത്ഥം ഇനി നിങ്ങൾ കറുത്തവനെയും വെളുത്തവനെയും എതിരിടാൻ തയ്യാറായിരിക്കണമെന്നാണ്. എല്ലാ ത്യാഗത്തിനും തയ്യാറാകണം. ജനങ്ങൾ പറഞ്ഞു, അതെ, ഞങ്ങൾക്കറിയാം. പക്ഷെ യാ റസൂലല്ലാഹ്, ഇതിനു പകരം ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സ്വർഗം ലഭിക്കുന്നതാണ്. അത് അല്ലാഹുവിന്റെ സകല അനുഗ്രഹങ്ങളെക്കാളും വലിയ അനുഗ്രഹമായിരിക്കും. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കച്ചവടം സമ്മതമാണ്. യാ റസൂലല്ലാഹ്, അങ്ങ് കൈ നീട്ടിയാലും. തോന്നുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ നീട്ടി. ഈ 70 പേരുടെ ജീവത്യാഗത്തിന് സന്നദ്ധരായ സംഘം ഒരു പ്രതിരോധ കരാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ തങ്ങൾ വിൽക്കുകയുണ്ടായി. ഈ ബയ്യത്തിന്റെ പേരാണ് ബയ്യത്ത് ഉഖബ സാനിയ. ബയ്യത്ത് നബി സല്ലല്ലാഹു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മൂസ തന്റെ സമൂഹത്തിൽ 12 നേതാക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. അവർ മൂസയുടെ ഭാഗത്ത് നിന്ന് അവർക്ക് മേൽനോട്ടക്കാരും സംരക്ഷകരുമായിരുന്നു. ഞാനും നിങ്ങൾ 12 നേതാക്കന്മാരെ നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങൾക്ക് മേൽനോട്ടക്കാരും സംരക്ഷകരുമായിരിക്കും. ഇവർ എന്നെ സംബന്ധിച്ചിടത്തോളം ഈസയുടെ ഹവാരികളെ പോലെയാകുന്നു. അവർ തങ്ങളുടെ സമുദായത്തെ പറ്റി എന്നോട് സമാധാനം പറയേണ്ടതാണ്. ആയതിനാൽ നിങ്ങൾ ഉചിതമായ ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കുക, എനിക്ക് സമർപ്പിക്കുക. അങ്ങനെ 12 പേരുകൾ നിശ്ചയിക്കപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അവരെ ഓരോരോ ഗോത്രത്തിന് മേൽനോട്ടക്കാരെ നിശ്ചയിച്ചു. അവരുടെ കടമകൾ മനസ്സിലാക്കി കൊടുത്തു. ചില ഗോത്രങ്ങൾക്ക് 2 വീതം നേതാക്കന്മാർ നിശ്ചയിച്ചിരുന്നു. ഏതായിരുന്നാലും ഈ 12 നേതാക്കന്മാരിൽ അബ്ദുല്ലാഹിബിനും അമറിന്റെ പേരുമുണ്ട്. അദ്ദേഹത്തെ നേതാവായി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നിവേദനത്തിൽ പറയുന്നു, ഉഹദ് യുദ്ധാവസരത്തിൽ മദീനയിൽ മുനാഫിക്കുകളുടെ നേതാവായ അബ്ദുല്ലാഹ് ബിൻ ഉബൈ ബിൻ സുലൂൽ കലാപം ഉണ്ടാക്കി. അപ്പോൾ ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ അമർ ജനങ്ങളെ ഉപദേശിക്കാൻ ശ്രമിച്ചിരുന്നു. ഹദ്റത്ത് ജാബിർ ബിൻ അബ്ദുല്ല പറയുന്നു, എന്റെ പിതാവ് ഹദ്റത്ത് അബ്ദുല്ലാഹ് ബിൻ അമ്രും മാതുലനും ഉഹദ് യുദ്ധത്തിൽ ഷഹീദായിരുന്നു. അപ്പോൾ എന്റെ മാതാവ് മറ്റു നിവേദനത്തിൽ പിതൃ സഹോദരി, അതായത് ഹദ്റത്ത് അമ്ര ബിൻ ജമൂഹിന്റെ ഭാര്യ, അവർ രണ്ടുപേരെയും പിതാവിനെയും മാതുലിനെയും ഒട്ടകപ്പുറത്ത് മദീനയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം നടത്തിയയാൾ ഇങ്ങനെ വിളംബരം നടത്തിക്കൊണ്ട് പറഞ്ഞു, കൊല്ലപ്പെട്ടവരെ അവർ അടരാടിയുന്ന സ്ഥലത്ത് തന്നെ മറവെടുക്കുക. അപ്പോൾ അവർ രണ്ടുപേരെയും തിരിച്ചു കൊണ്ടുപോയി അവർ യുദ്ധം ചെയ്ത സ്ഥലത്ത് തന്നെ മറവെടുക്കുകയുണ്ടായി. ഇനി ഒരു നിവേദനത്തിൽ പറയുന്നു, ഹദരത്ത് അനസ് ബിൻ മാലിക് നിവേദനം ചെയ്യുന്നു, ഉഹദ് യുദ്ധാവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദാക്കപ്പെട്ടു എന്ന് മദീനയിൽ ഒരു കിംവദന്തി പരക്കുകയിനിടയായി. അത് കേട്ടപ്പോൾ മദീനക്കാർ കരയാൻ തുടങ്ങി. അൻസാറുകളിൽ ഒരു സ്ത്രീ മദീനയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ അവർ തന്റെ പിതാവ്, മകൻ, ഭർത്താവ്, സഹോദരൻ എന്നിവരുടെ മൃതദേഹങ്ങൾ കാണുകയുണ്ടായി. നിവേദകൻ പറയുന്നു, അവർ ആരുടെ മൃതദേഹമാണ് ആദ്യം കണ്ടതെന്ന് അറിയില്ല. അവരുടെ മുന്നിലൂടെ അത് കൊണ്ടുപോകുമ്പോൾ അവർ പറഞ്ഞു, അതാരാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവാണ്.
നിങ്ങളുടെ സഹോദരനാണ്, നിങ്ങളുടെ ഭർത്താവാണ്, നിങ്ങളുടെ മകനാണ് എന്ന് പറഞ്ഞിരുന്നു. അവർ പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് എങ്ങനെയുണ്ട്? ജനങ്ങൾ പറഞ്ഞു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട്. അവര് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് സവിധത്തിൽ എത്തിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രത്തിന്റെ കോന്തര പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് തണ്ടമായിരിക്കട്ടെ. അങ്ങ് സുരക്ഷിതനാണെങ്കിൽ ഇനി എനിക്ക് ആരുടെ മരണത്തെ പറ്റിയും വേവലാതിയില്ല. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് റാബി ഖിലാഫത്തിന് മുമ്പ് 2-3 വർഷം ജൽസ സാലാനയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രവും യുദ്ധങ്ങളും സംബന്ധിച്ച് പ്രഭാഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ അമറിനെ പറ്റി പറഞ്ഞ ഭാഗം ഞാനും ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. പറയുന്നു, ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ അമറിന്റെ സഹോദരി, അതായത് ഹദരത്ത് അംർ ബിൻ ജമൂഹിന്റെ ഭാര്യ, തന്റെ സഹോദരനെ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിൽ നിറഞ്ഞിരുന്നു. ഈ യുദ്ധത്തിൽ ഭർത്താവും സഹോദരനും പുത്രനും ഷഹീദാക്കപ്പെട്ടു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമാധാനത്തിലേക്കാണെന്ന സന്തോഷം ഈ എല്ലാ ദുഃഖങ്ങളെയും അതിജയിച്ചു. ഹദരത്ത് ആയിഷ സിദ്ദീഖ വിവരിക്കുന്നു, ഞാൻ യുദ്ധമൈതാനത്തേക്ക് കാര്യങ്ങൾ അറിയാൻ പോവുകയായിരുന്നു. വഴിയിൽ അംർ ബിൻ ജമൂഹിന്റെ ഭാര്യ ഹിന്ദ് ഒരു കൊട്ടകത്തിന്റെ കടിഞ്ഞാൺ പിടിച്ചു മദീനയിലേക്ക് പോകുന്നത് കണ്ടു. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഈ യുദ്ധമൈതാനത്തിലെ അവസ്ഥ? അവർ പറഞ്ഞു, അൽഹംദുലില്ലാ, എല്ലാവരും സുഖത്തിലാകുന്നു. ഹദരത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖത്തിലാണുള്ളത്. ഇത്രയും ആയപ്പോഴേക്കും എന്റെ ദൃഷ്ടികൾ ഒട്ടകത്തിന് മേൽ പതിച്ചിരുന്നു. ഞാൻ അതിനുമേൽ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഒട്ടകത്തിന് മേൽ എന്താണ് വെച്ചിട്ടുള്ളത്? എന്റെ ഭർത്താവ് അംർ ബിൻ ജമൂഹിന്റെയും എന്റെ സഹോദരൻ അബ്ദുല്ലാഹ് ബിൻ അമറിന്റെയും എന്റെ മകൻ ഖല്ലാദിന്റെയും മൃതദേഹങ്ങളാകുന്നു. ഇത്രയും പറഞ്ഞ് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങി. പക്ഷെ ഒട്ടകം അവിടെ ഇരുന്നു. ഒരു നിലയ്ക്ക് എഴുന്നേൽക്കാനുണ്ടായില്ല. അവസാനം അത് എഴുന്നേറ്റെങ്കിലും മദീനയിലേക്ക് പോകാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അതിർത്ത് ആ സ്ത്രീ അതിന്റെ കടിഞ്ഞാൻ മുഖത്തിലേക്ക് തിരിച്ചു. അത് സന്തോഷം നടക്കാൻ തുടങ്ങി. ഇവിടെ വീണ്ടും എഴുതുന്നു, ഇവിടെ ഇതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹാതിരേകത്തിന്റെ കഥയെങ്കിൽ മറുഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറയുന്നു, നിങ്ങൾ പോയി അംർ ബിൻ ജമൂഹിന്റെയും അബ്ദുല്ലാഹ് ബിൻ അമറിന്റെയും മൃതദേഹങ്ങൾ അന്വേഷിച്ചവര് അവരെ ഒരുമിച്ച് കബറടക്കേണ്ടതാണ്. കാരണം അവർ ഈ ലോകത്തും പരസ്പരം വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും അവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്നു. ഒരു നിവേദനത്തിൽ വരുന്നു, ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ അമർ ഉഹദ് യുദ്ധത്തിന് പുറപ്പെടാൻ ആഗ്രഹിച്ചപ്പോൾ തന്റെ മകൻ അബ്ദുല്ലാഹ് ബിൻ ജാബിറിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ മകനെ, ഞാൻ ആദ്യത്തെ ഷഹീദാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹുവെ, ഞാൻ എന്റെ പിന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ അസ്തിത്വത്തിന് ശേഷം നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ഉപേക്ഷിച്ചു പോകുന്നില്ല. അതെനിക്കേറെ പ്രിയങ്കരമായിരുന്നു. എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, അത് എനിക്ക് വേണ്ടി വീട്ടണം. നിന്റെ സഹോദരിമാരോട് നല്ല നിലയിൽ വർത്തിക്കാൻ ഞാൻ നിന്നെ ഉപദേശിച്ചു കൊള്ളുന്നു. ഹദരത്ത് ജാബിർ നിവേദനം ചെയ്യുന്നു, അടുത്ത ദിവസം രാവിലെ എന്റെ പിതാവ് ഏറ്റവും ആദ്യം ഷഹീദായി. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ കാതും മൂക്കും അരിഞ്ഞെടുത്തു. ഹദരത്ത് ജാബിർ ബിൻ അബ്ദുള്ള പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലെ ശുഹദാക്കളെ മറവടക്കാൻ വന്നപ്പോൾ പറഞ്ഞു, അവരെ ആ വ്രണങ്ങളോടെ തന്നെ മറവടക്കുക. കാരണം ഞാൻ സാക്ഷിയാകുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന മുസൽമാൻ ഖിയാമത്ത് ദിവസം രക്തമൊലിക്കുന്ന നിലയിൽ വരുന്നതാണ്. അവരുടെ നിറം സഫ്രാൻ പോലെ, മണം കസ്തൂരി പോലെയുമായിരിക്കും. അതായത് അള്ളാഹുവിന്റെ സവിധത്തിൽ സന്നിഹിതരാകുന്ന ഇഷ്ടദാസന്മാരാകുന്നു ഇവർ. അവരെ കുളിപ്പിക്കേണ്ടതില്ല, അവരെ കഫൻ ചെയ്യുകയും വേണ്ട. അവരുടെ വസ്ത്രം തന്നെയാണ് അവരുടെ കഫൻ. ഹദരത്ത് ജാബിർ പറയുന്നു, എന്റെ പിതാവിനെ ഒരു പുതപ്പ് കൊണ്ട് കഫൻ ചെയ്തു. അദ്ദേഹം പറയുന്നു, ശൂതാക്കളുടെ മറവടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവരിൽ ആർക്കാണ് ഏറ്റവും അധികം ഖുർആൻ അറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആർക്കാണ് ഏറ്റവും അധികം ഖുർആൻ അറിയുക? ആരെ ഒരാളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെക്കാൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തെ കബറിലിറക്കുക. അതായത് ഖുർആൻ അറിയുന്നവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മറവടക്കാൻ പറയുകയായിരുന്നു. ജനങ്ങൾ പറയുന്നു, ഹദരത്ത് അബ്ദുല്ലാഹ് ബിൻ അമർ ഉഹദ് ദിവസം ഏറ്റവും ആദ്യം ഷഹീദായി. അതായത് ആയത്ത് ഷഹീദ് അബ്ദുല്ലാഹ് ബിൻ അമറാണെന്ന് ജനങ്ങൾക്കിടയിൽ സംസാരമുണ്ടായിരുന്നു. സുഫിയാൻ ബിൻ അബ്ദു ഷംസാണ് അദ്ദേഹത്തെ ഷഹീദാക്കിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
യുദ്ധം പരാജയപ്പെടുന്നതിന് മുമ്പേ തന്നെ ജനാസ നമസ്കരിപ്പിച്ചു. അതായത് വീണ്ടും ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നമസ്കരിപ്പിക്കുകയുണ്ടായി. പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു അംറിനെയും ആമ്രബിൻ ജമൂഹിനെയും ഒരേ കബറിൽ മറവടക്കുക, കാരണം അവർക്കിടയിൽ ആത്മാർത്ഥ സ്നേഹബന്ധമുണ്ടായിരുന്നു. തുറന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ ഇഹലോകത്ത് പരസ്പരം സ്നേഹിക്കുന്നവരാകുന്നു. രണ്ടുപേരെയും ഒരേ കബറിൽ അടക്കം ചെയ്യുക. പറയുന്നു, അബ്ദുല്ലാഹിബ്നു അംർ തവിട്ട് നിറമുള്ള ആളായിരുന്നു. തലയുടെ മുൻഭാഗത്ത് മുടി ഇല്ലായിരുന്നു, വലിയ ഉയരവുമില്ലായിരുന്നു. പക്ഷെ ഹദ്റത്ത് ആമ്രബിൻ ജമൂഹ് ഉയരമുള്ള ആളായിരുന്നു. അതുകൊണ്ട് രണ്ടുപേരും തിരിച്ചറിയപ്പെട്ടിരുന്നു. രണ്ടുപേരെയും ഒരേ കബറിൽ തന്നെ അടക്കം ചെയ്തു. ബാക്കി അനുസ്മരണം ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. Alhamdulillah, nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله